ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. आप सभी लोगों को प्रभु यीशु का नाम से मैं स्वागत करता हूं। ബംഗാളിലുള്ള കർത്താവിന്റെ മക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. बंगाल में जो है प्रभु का लोग के लिए मैं खास करके प्रभु को धन्यवाद देता हूं। നിങ്ങളോട് ഇന്ന് രാത്രി നിങ്ങളോടായിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. मैं बहुत खुशी है, आनंद है आज रात आप लोग का मध्य में आने के लिए प्रभु सहायता किया। നിങ്ങളെ ശുശ്രൂഷിക്കുന്നത് അതൊരു പ്രിവിലേജായി ഞാൻ കാണുന്നു. आप लोग का बीच में सेवा करने के लिए प्रभु दिया इस सौभाग्यता के लिए मैं प्रभु को धन्यवाद देता हूं। പ്രത്യേകിച്ച് എൽദോസ് പാസ്റ്റർ ഫാമിലി കർത്താവിന്റെ ദാസനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. प्रभु का दास के लिए उनके परिवार के लिए मैं प्रभु को धन्यवाद देता हूं। ആമേൻ. ഇത്രയും പേര് നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തെ കർത്താവിനെ സ്തുതിക്കുന്നു. हम मिलकर प्रभु को उपस्थिति में आने के लिए आज रात भी प्रभु सहायता किया। प्रभु का नाम को महिमा हो। ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. हम लोग बहुत प्रार्थना से प्रभु को उपस्थिति में बैठेंगे। ഇന്ന് രാത്രി നമുക്ക് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. ബംഗാളിന് വേണ്ടി, പ്രത്യേകിച്ച് യാസ് ചുഴലിക്കാറ്റ്, സൈക്ലോൺ, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം എല്ലാവരും ഒന്ന് കണ്ണുകളുടെ ആത്മാവിൽ अन्यभाषिകൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ. शुरू में सभी लोग अपना आंखों को बंद कीजिए। हम लोग मिलकर बंगाल के लिए थोड़ा समय प्रार्थना करेंगे। अभी जो साइक्लोन है, समस्या है, हम मिलकर प्रार्थना करेंगे। सभी लोग आंखों को बंद करके आत्मा में थोड़ा समय प्रार्थना कीजिए। Bele baraba hatala baraba hatara bakatara bakrasma tala bakata lober khomara hatal barba hamdeni prabasakata makarasma tabala. ഓ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഒറ്റ ഹൃദയത്തോടെ ഞങ്ങൾ ഒറ്റ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, प्रभु आज रात हम मिलकर एक ही मन से, एक ही हृदय से प्रभु आपकी उपस्थिति में हम मिलकर प्रार्थना करता हूं। ഞങ്ങൾ ബംഗാളിന് വേണ്ടി ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന കർത്താവേ, प्रभु हम मिलकर बंगाल के लिए आज रात प्रार्थना करता हूं। 2000 വർഷത്തിന് മുമ്പ് യേശു കാൽവരിയിൽ മരിച്ചത്, യേശുവിന്റെ രക്തം ഒഴുക്കിയത് ബംഗാളിനു വേണ്ടിയാണല്ലോ. प्रभु 2000 साल के पहले प्रभु यीशु दुनिया में आया, अपने लहू हमारे लिए बगाया, अपने हमारे लिए जीवन दिया। प्रभु बंगाल के लिए भी अपने आया। यीशु बाबा हम धन्यवाद देता हूं। ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, आज रात हम आत्मा में प्रार्थना करता हूं। ഇന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം പകരണമേ. ओ प्रार्थना करने वाला हर एक जन के ऊपर पवित्र आत्मा का अभिषेक गहराई से आज रात दीजिए प्रभु। ഇന്ന് സൂമിനകത്തായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ അവരുടെ കുടുംബങ്ങളുടെ മേലും ഒരു പ്രത്യേക ദൈവത്തിന്റെ തേജസ് ഇറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ओ आज ये प्रार्थना सभा में जुड़ा हुआ हर एक परिवार के ऊपर प्रभु का महिमा गहराई से उतरने के लिए मैं प्रार्थना करता हूँ। അവരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ओ पवित्र आत्मा का सामर्थ से प्रभु स्पर्श कर। ദൈവശക്തി അവരുടെ മേൽ ഇറങ്ങട്ടെ. हो प्रभु का सामर्थ हर एक जन का ऊपर उतरो प्रभु। हमें അവരുടെ റൂമിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ. हर एक घर के अंदर, हर एक बॉडी के अंदर प्रभु को उपस्थिति को हर एक जन अनुभव करना है। ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചുഴലിക്കാറ്റിന്റെ ശക്തി ഇല്ലാതെ പോകട്ടെ. ओ आज रात जब हम मिलकर प्रार्थना करेगा, हालेलुया, इस साइक्लोन का, तूफान का इफेक्ट यीशु का नाम से निकल जा। കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാക എന്ന് കൽപ്പിച്ചവൻ, प्रभु अपने तूफान को देख के अपने आदेश दिया, वो शांत हो गया। കാറ്റിന്റെ മേലും കടലിന്റെ മേലും സാഹചര്യങ്ങളുടെ മേലും ആമേൻ സകല ക്ലൈമറ്റിന്റെ മേലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. प्रभु सागर, हवा, तूफान सब कुछ आपका अधीन में है, अधिकार का अंदर है। वही नाम से आज रात हम मिलकर प्रार्थना करता हूँ। ബംഗാളിന്റെ മേൽ അങ്ങയുടെ സമാധാനം വ്യാപരിക്കട്ടെ. ओ बंगाल के ऊपर प्रभु अपना शांति से अपना स्पर्श कर प्रभु। അങ്ങയുടെ ശലോം മൂവ് ചെയ്യട്ടെ. ओ प्रभु का शांति ये देश का ऊपर प्रभु भर दो। യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. यीशु का पवित्र नाम से प्रार्थना करता हूँ। ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് റൂമുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ.
आज रात हर एक बॉडी का अंदर प्रभु का सामर्थ शक्ति से प्रकट हो। Labrahosma tabaraba. Amen. കർത്താവിന്റെ ദൂതന്മാർ അവിടേക്ക് ഇറങ്ങട്ടെ. का सेना स्वर्ग का दूत हर एक जगह में उतरने दो। ആമേൻ. മാളിക മുറിയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് പോലെ ബംഗാളിന്റെ മേൽ ആത്മാവിന്റെ കാറ്റടിക്കട്ടെ. ओ जैसा प्रभु 120 लोग के ऊपर प्रभु का पवित्र आत्मा आया, उससे बढ़कर प्रभु पवित्र आत्मा का हवा बंगाल के ऊपर में घोषणा करता हूं। ആമേൻ. അസ്ഥി താഴ്വരെ സൈന്യമാക്കിയ കർത്താവിന്റെ ജീവന്റെ കാറ്റ് ഊതുക ബംഗാളിന്റെ മേൽ. प्रभु जैसा हड्डी में जीवन दिया, हड्डी को खड़ा किया, ऐसा प्रभु का जीवन बंगाल के ऊपर में घोषणा करता हूं। ജീവന്റെ കാറ്റ് ഊതുക. ओ जीवन का हवा बंगाल के ऊपर में घोषणा करता हूं। അസ്ഥി താഴ്വരകൾ സൈന്യമായി മാറട്ടെ. ओ जीवन नहीं है अस्थि मतलब हड्डी का समान परिस्थिति, ओ जीवन हुआ बड़ा सेना का समान प्रभु के लिए खड़ा हो जाओ। ജീവൻ അവിടേക്ക് വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ. प्रभु का जीवन, प्रभु का अनंत जीवन, ओ प्रभु बंगाल का ऊपर अब दो प्रभु। കൂട്ടമായി ജനം വിടുവിക്കപ്പെടട്ടെ. ओ हाँ प्रचुर लोग एक एक जून होके ओ प्रभु लोग यीशु का नाम के लिए अलग हो जाने दो। ബംഗാളിന്റെ ചരിത്രം മാറട്ടെ. ओ बंगाल का इतिहास बदलना है प्रभु। ആമേൻ. ബംഗാളിന്റെ ചരിത്രം ओ प्रभु बंगाल के इतिहास को बदलावत कर प्रभु। ചരിത്രം മാറ്റുന്നവർ ബംഗാളിൽ എഴുന്നേറ്റ് വരട്ടെ. ओ प्रभु इतिहास को बदलने वाले लोग बंगाल से खड़ा कर प्रभु। ഈ കേൾക്കുന്നവരിൽ അകത്ത് ദൈവത്തിന്റെ ജീവൻ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. हो मेरा आवाज को सुनने वाला हर एक जन का अंदर प्रभु का जीवन प्रकट होना है। അവിടെ റൂമിനകത്ത് കർത്താവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. ओ हर एक बाड़ी का अंदर प्रभु का जीवन प्रकट होना है। സൗഖ്യം വ്യാപരിക്കട്ടെ. ओ प्रभु चंगाई से स्पर्श कर। കൊറോണയുടെ ശക്തി ओ कोरोना का सामर्थ टूट जाओ। യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് സംഭവിക്കട്ടെ. ओ यीशु का नाम से चंगाई हर एक बाड़ी का अंदर यीशु का नाम का चंगाई को मैं घोषणा करता हूं। എല്ലാ ഭയങ്ങളും ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ओ सारे भय हर एक जीवन से दूर हो जाओ। യേശുവിന്റെ നാമത്തിൽ यीशु का पवित्र नाम से ജീവിതങ്ങളിൽ ഉണർവുകൾ സംഭവിക്കട്ടെ. ओ हर एक जन को प्रभु पवित्र आत्मा उत्साहित कर। ആത്മാവിന്റെ ഉണർവ് ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. ओ आत्मा से प्रभु हर एक जन को स्पर्श कर उत्साहित कर। യേശു ജീവിക്കുന്നു. യേശുവിന്റെ ഉണർവ് ബംഗാളിൽ നടക്കുമെന്ന് ഇന്ത്യ മൊത്തം അറിയട്ടെ. ओ यीशु आज भी जीवित আছে बंगाल जानना है प्रभु, सारे भारत जानना है। ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. आज रात जब हम मिलकर प्रार्थना कर रहे प्रभु, ജനം വിടുവിക്കപ്പെടുക. ओ प्रभु देश को छुटकारा दीजिए प्रभु। ഗ്രാമങ്ങൾ വിടുവിക്കപ്പെടുക. ओ गांव गांव यीशु का नाम से आजादी पा। സുവിശേഷത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ प्रभु का सुसमाचार का शक्ति आज रात प्रकट होने दो। യേശുവിന്റെ നാമത്തിൽ यीशु का पवित्र नाम से അല്പസമയം അന്യഭാഷയിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. सभी लोग पवित्र आत्मा का अभिषेक को पाए वो हर एक जन अन्य भाषा में थोड़ा समय प्रभु से बात कीजिए। रोशा कुराबा संतोला रिमथारा हसिया बनारगसी लीबा रहमदुरा चसियमदुरा बना रिखबा जुबा लिबेटेरी मारगम दुरचसी लो रिबी रिगतुरा मारगम दुरचसी दीभाना रे बेटेली कोरिबा संगल रिमथाना जबला रिबना रिबारगम सियमदरा राबना राकुरी जुबला रिखारा बरगसियमदना रिखा जुबला भरग सियामदना रिबाना बसी रूडा बराबला शामथुरा बा रिबी रिबाना खानगम थरच एकबा खानगम रूडा बा
Libre Hamsa Tali Barakanta Baragabana. Alma with the Tika Tata, Reba Hamras Matana Bakata Rabana Alma Atmaka Kabana Litalo Kabana, Ribatara Hamdala Roshakura Abarabakar Luda Tabari Barabala Santa Shamtura Kabana, Siamtana Hajala Rabasia Bakarasma Luda Kraba. Barabala Libidi Artabaya, Garabal Kanagam Albatala, Tunatas Barahatami, Loriba Barahosmi, Loriba Gede Kabanaba, Liboribal Koniba Ziamtana Ramsa Ole Rata Barahatala Baba, Ikaba Ragamtala Rakoniba Bigaraba, Shamtura Laber Rabasia Hosma Teber, Liba Hambre Ragam Ziamtana Kabastama, Aber Rikoriba Cosma Turabala Teber, Ram Lactemenes, Shamdura Batore Rabartuni Bagabaya, Birigam Ziam Tere Kabaragam Tere Tenega Tere Tere Baragabala, Lori Gamre Barabala Camtene Dibala Berestava Barabala Dibili Taramagata, Biligarabal Agaspaka Kanagaraba Tebele Shamtane Patosma Katab, Gadel Barkamari, Lembren Takartabaya, Ora bala gada Lebarstas siamtura Betobre rabaturi Cosma dibalkana Tobre dibaragam Humtanaba. ziamdara riba Kabala badala siamda kabala digalkana badagaba. digarabala Labre kamdana hosbare bare roba hatta rakori libre balagam hatta magata. jamdana riba Labre ziatara humtene pares ora kama barkura kata bala mare gadaram kama dhuracha tenegaba. ziamdare Kadala badala lema kambra rimana badala raba. hamdara cha Shala ziamdana badala kori ba bare bare tura tore bala ba badala ribidi kabare bidi bidi kori artemene bala gaba bala bala satene yaba. ramduna ragam Kadala biya ziatara toma ho sukala bara re baba. te le Kadala le badala kambra to bare ribala dara baba. Chudabala Hol Kanagam badala Tunadara baraga Zamdara parosmenia. Bala Kurabala Lebre hatta bre Chudabala kabele Kadaram hatto Duna maraga. Rigandura Lobre hosma Rigantane taba Dibalkana rabar hat. Turaba Zamdara Jurabala Agar bal Kandara katebe Turaba lista Tulaga bal Karagam katmayla. Ziate Alma Riba bir Tuna ratri Kori pratik Batana ne gatabe. ओ Gaba प्रभु ragan रामशतु tabar hos रिखाबरा थाना tika. आत्मा में हम मिलकर Hazane bere प्रार्थना करता kamayı हूँ dara. प्रभु O रूडा tatları जमदुरा alma. रबार्थना ए प्रार्थना का आत्मा से Tatları भर दो alma प्रभु billerle. ओ रबा Tatları alma moviyet. ओ प्रार्थना का आत्मा से भर दो प्रभु Oh, the शंभरा spirit. बाकुरा बारथना Libras betere bere kamal. Prayer in the prayer tea. ജീവിതങ്ങളുടെ Oh, Shibal Coverinos, Kemini Kabana, Kabana Kabana. They were അഭിഷേകത്താ നുകങ്ങൾ തകരട്ടെ ഇപ്പോൾ തന്നെ നുകങ്ങൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ എന്റെ നുകങ്ങൾ തകരട്ടെ अभिषेक में सारे बंधन यीशु का नाम से टूट जाओ हालेलुया अभिषेक में सारे बंधन टूट जाओ रातुरा लुडा बारा खूरा बाला शिबाला बारा हिबिरी बिरी പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ पवित्र आत्मा का सामर्थ गहराई से अभी से पवित्र आत्मा हर एक जन को स्पर्श कर प्रभु ओ पवित्र आत्मा का अभिषेक से प्रभु स्पर्श कर लोरा कुरा शांतल रिबेटले बोरी चिबिदी का धुरच ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ കുടുംബങ്ങൾ ഡെലിവർ ആകട്ടെ കുടുംബങ്ങൾ ഡെലിവർ ആകട്ടെ यीशु का नाम से परिवार यीशु का नाम से छुटकारा होने दो रूडाबा रखूराबा खादाराबा रबाना थारा रूडाबा रखूराबा बाबा संतला रबा रोशटला बोरीबा बाबा ढालाबा രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ आज रात हम मिलकर प्रभु हम प्रार्थना करता हूं ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ജീവിക്കുന്നു ओ प्रभु हम विश्वास करता हूं हम घोषणा करता हूं यीशु आज जीवित आछेन യേശുവിന്റെ മഹത്വം ഞങ്ങൾ കാണാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ओ प्रभु आपका महिमा को हम लोग अनुभव करने के लिए जा रहे धन्यवाद प्रभु ഒരു ദൈവമുണ്ടെന്ന് അറിയുന്ന ഇന്ത്യ മൊത്തം അറിയുന്ന ബംഗാൾ അറിയുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം ओ जीवित प्रभु आज भी है बंगाल जानने का समय है भारत ये सच्चाई को जानने का समय है കർത്താവിന്റെ ഗ്ലോറി ഔട്ട്പോറിംഗ് ഇന്ത്യയുടെ മേൽ സംഭവിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ओ प्रभु अपना महिमा से अब भारत को भरने के लिए जा रहे प्रभु धन्यवाद ഇന്ന് രാത്രി കേൾവിക്കാന്തമേ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ओ आज रात हर एक जन मेरा आवाज को सुन रहे प्रभु का जीवन प्रभु अब प्रकट करने के लिए जा रहे धन्यवाद അവരുടെ നിരാശകൾ വിട്ടുമാറട്ടെ ओ प्रभु हर एक निराशा को हटा दो प्रभु വലിയ സമൃദ്ധി അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ ओ यीशु का नाम का जीवन हर एक परिवार में मैं घोषणा करता हूं സമൃദ്ധി ഉണ്ടാകട്ടെ ओ प्रभु उन्नति में घोषणा करता हूं
ക്രിസ്തുവിന്റെ സമൃദ്ധി അവിടെ ഉണ്ടാകട്ടെ. ओ प्रभु यीशु का नाम से हालेलुया उन्नति हर एक परिवार में, हर एक जीवन में यीशु का नाम से उन्नति मैं घोषणा करता हूँ। യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. यीशु का नाम से प्रार्थना करता हूँ। ആമേൻ, ആമേൻ, ആമേൻ. आमेन 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 ഹല്ലേലൂയ. हालेलुया। ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. और एक बार आप सभी लोगों को यीशु का नाम से मैं स्वागत करता हूँ। ഞാൻ ഒരു വചനം വായിച്ചിട്ട് അല്പസമയം ചില ഭാഗങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. थोड़ा समय हम लोग प्रभु का वचन से हम लोग देखेंगे, कुछ बात को हम लोग देखेंगे। ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. हम लोग पढ़ेंगे आदि पुस्तक 6 अध्याय इसका 8वीं आयत हम लोग पढ़ेंगे। आदि पुस्तक നോഹയ്ക്ക് पासे वाइजो എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ये वचन थोड़ा बहुत हम लोग को परिचय वचन है। ऐसा लिखा है, नोहा का जीवन में प्रभु का अनुग्रह मिला। नोहा का जीवन में प्रभु का कृपा मिला। ആമേൻ. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. आदि पुस्तक 6 का 8 में लिखा है, नोहा का जीवन में प्रभु का अनुग्रह मिला। യേശു തന്നെ നോഹയെക്കുറിച്ച് ആമേൻ പുതിയ നിയമത്തിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നോഹയുടെ കാലം പോലെ, യേശുവിന്റെ വരവ് നോഹയുടെ കാലം പോലെ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. प्रभु यीशु हम लोग देख सकेगा, नया नियम में हमको मालूम होता है, यीशु बाबा यही बोला, यीशु का आगमन का पहले मतलब जैसा नोवा का समय छिलो एरकम समय अंतिम समय में होवे। ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വേർഡ് പറയുമ്പോൾ തന്നെ आज रात जब मैं वचन को मैं शेयर करेगा, ഒരുപാട് പേരുടെ മേൽ ഒരു ദൈവത്തിന്റെ കൃപ പകരപ്പെടാൻ പോവാ. आज रात असाधारण रीति से काफी लोग का ऊपर प्रभु का कृपा, प्रभु का अनुग्रह आज रात प्रकट होगा। നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ नोहा का समय, नोहा का पीढ़ी को हम देखेगा तो അബ്രഹാമിന്റെ കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നോഹ. अब्राहम का समय का पहले नोहा दुनिया में था। അന്ന് ഭൂമിയിൽ മനുഷ്യർ പെരുകിക്കൊണ്ടിരുന്നു. उस समय पृथ्वी में अनेक लोग था, लोग आगे बढ़ते जाते थे। 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ജനം പെരുകി പെരുകി വർദ്ധിച്ചു വന്നു. 6 अध्याय में हमको यही मालूम होता है, लोग इतना था, प्रचुर लोग मतलब बहुत लोग उधर ही था। അവിടെ ഒരു പ്രത്യേക ഒരു വചനം എഴുതിയിട്ടുണ്ട്, അമാനുഷികരായ അതികായകന്മാരായ ആൾക്കാർ ജനിച്ചു. उधर ही ऐसा लिखा है, असाधारण रीति से असाधारण सामर्थ हुआ लोग भी दुनिया में आया है। അമാനുഷിക കഴിവുകളുള്ളവർ, बोलने से मानुषिक रीति से बढ़कर असाधारण सामर्थ ताकत हुआ लोग भी पृथ्वी में जन्म हुआ था। സാധാരണ മനുഷ്യന് വ്യത്യസ്തമായ രീതിയിലുള്ള ആൾക്കാർ, बोलने से साधारण मनुष्य से बढ़कर असाधारण सामर्थ को पाया हुआ लोग दुनिया में था। അവരുടെ നീളം കൊണ്ടും മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും വ്യത്യസ്തരായ ആൾക്കാർ. मतलब उन लोग का मतलब तरीका में अलग था, उन लोग बहुत लंबा चौड़ा एरकम हर एक तरीका से उन लोग अलग था। അങ്ങനെ ഒരു തലമുറ, അങ്ങനെ ഒരു കൂട്ടം ജനം ഭൂമിയിൽ പെരുകാൻ തുടങ്ങി. मतलब ऐसा सामर्थ्यशाली लोग दुनिया में काफी लोग आगे बढ़ना शुरू किया। ദൈവത്തിന് മനുഷ്യകുലത്തിന്റെ മേൽ ചില പദ്ധതികളുണ്ട്. और प्रभु को मनुष्य का ऊपर प्रभु का बहुत बड़ा योजना था। മനുഷ്യൻ ഒരു ഉപകരണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിനേക്കാളും വളരെ ഉദ്ദേശത്തോടാണ്, ദൈവത്തിനൊരു പ്ലാനോടുകൂടിയാണ് മനുഷ്യകുലത്തെ ദൈവം നിർമ്മിച്ചത്. जैसा मनुष्य एक जीनिस को बनाता है, अपना उपयोग के लिए इस्तेमाल करता है, उससे बढ़कर प्रभु बहुत बड़ा योजना के लिए, प्रभु अपना महिमा के लिए मनुष्य को प्रभु सृष्टि किया। നമ്മളൊരു ഉപകരണം ഉണ്ടാക്കിയാൽ നമുക്ക് ആ ഉപകരണം കൊണ്ട് ഉപകാരം ഉണ്ടാകണം. हम लोग कोई भी एक बात हम लोग सृष्टि करेगा तो हम लोग खरीद लिया तो उसमें से कुछ उपयोग चाहिए, उसको हमको इस्तेमाल करना है।
ആ ഉപകരണത്തിന് ഉപകരണം ഉണ്ടാക്കിയ വ്യക്തിക്ക് ആ ഉപകരണത്തിന്റെ ഉപയോഗം ലഭിച്ചില്ല എങ്കിൽ ആ ഉപകരണത്തെ അതിനെ വേണമെങ്കിൽ നശിപ്പിച്ചു കളയാൻ പറ്റും. मतलब जो बात शायद हम सृष्टि किया, शायद जो बात हमारे हाथ में मिला, उसको सही रीति से हम उपयोग नहीं करने से क्या होगा, उसको नष्ट कर सकेगा, उससे कुछ भी फायदा नहीं है. എന്നാൽ ദൈവത്തിന് വലിയ പദ്ധതി, ദൈവത്തിന് വലിയ പ്ലാന് നമ്മളെ കുറിച്ചുണ്ട്. तो फिर याद कीजिए, प्रभु को जब मनुष्य को प्रभु सृष्टि किए थे, प्रभु को बहुत बड़ा योजना, बहुत बड़ा परिकल्पना हर एक व्यक्ति का ऊपर प्रभु को था. ഞാനൊരു കാര്യം നിന്നെ കേൾക്കുന്നവരോട് പറയാൻ പോവാ. जो मेरा आवाज को सुनने वाले लोगों को मैं एक बात बोलना चाहता हूं. ഒരാൾ യേശുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ, ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവത്തിന് അവന്റെ മേലുള്ള പ്ലാൻ ആരംഭിക്കുന്നത്. जब एक व्यक्ति प्रभु यीशु को स्वीकार किया, उसी समय से प्रभु का योजना, प्रभु का परिकल्पना में वो प्रवेश करता है. അതുവരെയും ആ വ്യക്തി പിശാചിനെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഉപകരണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമായിരിക്കും. और जब तक प्रभु यीशु को स्वीकार नहीं किया, शायद मतलब बाइबल का तरीका से बोलने से हम अंधकार के राज्य में, और शैतान अपना मर्जी के लिए शायद हमारा जीवन को इस्तेमाल किया. അങ്ങനെ ആ പിശാച് ദുരുപയോഗം ചെയ്ത വ്യക്തിയെ കർത്താവ് വീണ്ടെടുത്ത് കർത്താവിന് ഉപയോഗിക്കാനാണ് വീണ്ടെടുക്കുന്നത്. क्यों हम प्रभु को स्वीकार किया, क्यों प्रभु हमको छुटकारा दिया. हालेलुया. हमारा जीवन अंधकार में था, हमारा जीवन हालेलुया शैतान का हाथ में शैतान इस्तेमाल कर रहे थे, हमारा जीवन सही रीति से उपयोग नहीं हो रहे थे. तो फिर प्रभु अपना महिमा के लिए, प्रभु अपना उपयोग के लिए हमारा जीवन को छुटकारा दिया, हमारा जीवन को आलादा किया. आमेन. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ബംഗാളിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കണമേ. आज मेरा आवाज को सुनने वाला हर एक जन यही प्रार्थना करना है, पवित्र आत्मा ये पीढ़ी में, इस समय में मेरा जीवन को प्रभु इस्तेमाल कर, उपयोग कर, बंगाल के लिए, भारत के लिए प्रभु मेरा जीवन को उपयोग कर. प्रभु കർത്താവിന്റെ കയ്യിലെ ഒരു ഉപകരണമായി കർത്താവ് ഞാൻ മാറട്ടെ, എന്റെ കുടുംബം മാറട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. प्रभु का हाथ में, प्रभु को उपयोग के लिए एक बर्तन समान, एक इंस्ट्रूमेंट समान प्रभु मेरा जीवन को मैं समर्पण करता हूं, वैसा प्रार्थना कीजिए. നിങ്ങള് പ്രത്യേകിച്ച് കഴിവുകൾ കാണത്തില്ല, വിദ്യാഭ്യാസം കാണത്തില്ല, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കാണത്തില്ല. പക്ഷേ ആർക്കും കണ്ണിൽപ്പെടാത്ത ഞാനും നിങ്ങളും കർത്താവിന്റെ കയ്യിൽ പെട്ടാൽ, കർത്താവിന്റെ കയ്യിൽ ഉപകരണമായാൽ ഏത് നിലയിൽ രൂപീകരിക്കുമെന്ന് ലോകം കണ്ടിട്ടില്ല. शायद मानसिक रीति से आपका पास बेसिक टैलेंट नहीं होगा, शायद मानसिक रीति से शायद आप कमजोर होगा, आपको कोई भी पहचानता नहीं होगा. तो फिर मैं और आप जब पवित्र आत्मा का हाथ में मेरा वो आपका जीवन को संपूर्ण रीति से समर्पण करेगा, कोई भी सोच नहीं सकेगा कैसे प्रभु अपना जीवन को उपयोग करेगा, व्यवहार करेगा प्रभु का महिमा के लिए. നരകം ഇതുപോലെ വ്യക്തികളെ ദുരുപയോഗം ചെയ്യാറുണ്ട്. देखिए, शैतान और नरक मतलब व्यक्ति को, दुनिया का लोग को अपना काम के लिए बेकार तरीका से इस्तेमाल करता है. മദ്യപാനത്തിനും മയക്കുമരുന്നിനും ദാരിദ്ര്യത്തിനും മറ്റ് നശീകരണമായ കാര്യങ്ങൾക്ക് വേണ്ടി പിശാച് ജനത്തെ ഉപയോഗിക്കാറുണ്ട്. देखिए, कितना लोग दुनिया में दारू का एडिक्शन में है, टबाको का एडिक्शन में है, सिगरेट का एडिक्शन में है, मतलब नाना प्रकार का दुनिया का बात को लेके शैतान एक व्यक्ति को नष्ट करने के लिए बहुत चेष्टा करता है. നമ്മളൊക്കെ, ഞാനുമൊക്കെ ഈ വചനം പറയുന്നത്, ഞാനുമൊക്കെ ഒരു കാലത്ത് അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടവരായിരുന്നു. जब मैं वचन को बोल रहे, मेरा जीवन भी ऐसा था. एक ही समय में शैतान मेरा जीवन को भी ऐसा खराब काम के लिए इस्तेमाल किए थे.
എന്റെ വാക്കുകളും എന്റെ പ്രവൃത്തികളും എന്റെ ചിന്തകളും ദൈവത്തിന് വിരുദ്ധമായി പിശാചിന്റെ രാജ്യത്തിന് അനുകൂലമായി ഉപയോഗിക്കപ്പെട്ട നാളുകൾ ഉണ്ടായിരുന്നു. ओ मेरा मेरा जीवन, मेरा मेरा मुंह का बोली, मेरा आचार व्यवहार सैतान सैतान का राज्य के लिए इस्तेमाल किया। ऐसा समय मेरा जीवन में भी था। എന്റെ ചിന്തകളും എന്റെ വിചാരങ്ങളും മനോഭാവങ്ങളും നശീകരണത്തിന്റെ ചിന്തകളും മനോഭാവങ്ങളും ആയിരുന്നു ഒരു കാലത്ത്. ओ एक ही समय में सैतान मेरा चिंता को, मेरा भावना को, हालेलुया, सैतान अपना काम के लिए तोड़ दिया, उसके लिए इस्तेमाल किया। പക്ഷെ കർത്താവ് നമ്മളെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് തന്റെ വക ആക്കി മാറ്റിയത് ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാനാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. आमेन। प्रभु क्यों आपको छुटकारा दिया, प्रभु क्यों अपने लहू से आपका जीवन को आलादा किया। ये पीढ़ी में प्रभु के लिए, प्रभु का राज्य के लिए, अपना जीवन को इस्तेमाल करने के लिए, व्यवहार करने के लिए प्रभु अपना जीवन को अलग किया है। आमेन। നമ്മളൊക്കെ നെഗറ്റീവ് സാഹചര്യങ്ങളിലായിരിക്കും ജനിച്ചത്. ആമേൻ. വളരെ വ്യത്യസ്തമായ നെഗറ്റീവ് പ്രതികൂലമായ സാഹചര്യങ്ങൾ വളർത്തപ്പെട്ട് കാണും. ആമേൻ. പലതും ഇല്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവേ, ആമേൻ, we are the weapons of the Holy Spirit. शायद अपना जीवन में एक बहुत कमजोरी है, जो परिवार से, जो जगत से आप आ रहे, शायद आपको ज्यादा कुछ मतलब सौभाग्य था, ज्यादा कुछ बात आपका जीवन में पाया नहीं, तो फिर आज रात आप पवित्र आत्मा का हाथ में, प्रभु का हाथ में समर्पण करने के लिए तैयार है। पवित्र आत्मा का हाथ में एक अस्त्र समान पवित्र आत्मा पीढ़ी में अपना जीवन को इस्तेमाल करेगा। ഹല്ലേലൂയ. ദാവീദിന്റെ കയ്യിൽ ഒരു കല്ലുണ്ടായി. ദാവീദിന്റെ കയ്യിലെ ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ ദാവീദ് കൊന്നുകളഞ്ഞു. ओ हम लोग प्रथम सामुएल में देख सकता है, दाऊद का हाथ में बेसिक कुछ नहीं था, उनका हाथ में जो पत्थर था वही पत्थर से, हालेलुया, बहुत बड़ा गोलियत को गिराने के लिए, हालेलुया, प्रभु दाऊद का जीवन को व्यवहार किया। ആ കല്ല് ഞാനും നിങ്ങളുമാണ്. ओ आज ही याद कीजिए, वो पत्थर कौन है? मेमोराब, हालेलुया, वो पत्थर का समान है। ആമേൻ. ആമേൻ. ശിംശോന്റെ കയ്യിൽ ഒരു കഴുതയുടെ താടിയെല്ല് കിട്ടി. और बाइबल में हमको मालूम होता है, सामसन का जीवन में ऐसा लिखा है, हालेलुया, उसका हाथ में क्या मिला? एक हड्डी का एक पीस, छोटा सा हड्डी उनका हाथ में मिला। അതുകൊണ്ട് ശിംശോൻ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി. मतलब थोड़ा छोटा सा एक हड्डी उनका हाथ में लेके, हालेलुया, उन्होंने क्या है, प्रभु का राज्य के लिए काफी बड़ा काम को किया। ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ പൗലോസ് എന്ന് പറയുന്ന ഒരു മിഷണറിയെ കാണാൻ പറ്റും. ओ नया नियम में हम लोग जानता है, साधु बोल, अपोस्तल पौल के बारे में हमको मालूम है। പുതിയ നിയമത്തിൽ 13 ലേഖനങ്ങൾ എഴുതിയ അപ്പോസ്തലനായിരുന്നു പൗലോസ്. नया नियम में 13 पत्री को लिखा हुआ व्यक्ति है अपोस्तल पौलोस। അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് അദ്ദേഹത്തിന്റെ മാനസാന്തരത്തെ നമ്മൾ കാണുന്നത്. हम लोग प्रेरित का पुस्तक 9 अध्याय में उनका जीवन में हुआ है परिवर्तन के बारे में हमको मालूम होगा। അതിനു മുമ്പ് ഇരുട്ടിന്റെ രാജ്യത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഈ ശൗൽ എന്ന് പറയുന്ന പൗലോസ്. ओ प्रभु का हाथ में आने के पहले सैतान अपना काम के लिए, हालेलुया, सॉल को और पौलुस को सैतान इस्तेमाल किए थे। ഒരുപാട് ക്രിസ്ത്യാനികളെ കൊല്ലപ്പെടാൻ താൻ ഒരു മുഖാന്തരമായിരുന്നു. अनेक लोग को प्रभु को जान लिया, अनेक लोग को सतावत करने के लिए, मारने के लिए सैतान सॉल को, हालेलुया, और पौलुस को इस्तेमाल किए थे। हालेलुया। യേശുവേ എന്ന് വിളിക്കുന്ന സഭയ്ക്ക്, യേശുവേ എന്ന് വിളിക്കുന്നവരെ, യേശുവിനെ ആരാധിക്കുന്നവരെ, ബൈബിൾ എടുക്കുന്നവരെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് താൻ വഹിച്ചു. हम लोग जानता है, जब प्रभु को जान लिया, प्रभु का नाम को लेने वाला लोग को सतावत करने के लिए, खत्म करने के लिए, हालेलुया, सो वो बहुत काम किया है। എന്നാൽ കർത്താവ് അവനെ കൈവിട്ടില്ല. लेकिन प्रभु उसको छोड़ा नहीं। കർത്താവ് ഒരു ദിവസം ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് സ്പർശിച്ചു.
ओ एक दिन सौल अपना रास्ता में सतावत के लिए जा रहे थे, प्रभु का आत्मा उनका जीवन को स्पर्श किया। ആമേൻ. പൗലോസിനെ കർത്താവ് മാനസാന്തരത്തിലേക്ക് നടത്തി. ओ हम लोग जानता है कैसे उनका जीवन में परिवर्तन हुआ, कैसे प्रभु हालेलुया सौल को स्पर्श किया। ആമേൻ. ഒരു മനുഷ്യനെ പിശാചിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ അത് പൗലോസിനെ നോക്കിയാൽ മതി, ശൗലിനെ നോക്കിയാൽ മതി. അങ്ങനെ ഒരു ചരിത്രം ശൗലിനുണ്ടായിരുന്നു. ओ हम लोग जब पूछेगा तो मतलब कैसे शैतान एक व्यक्ति को इस्तेमाल कर सकेगा, अपने साधु बोल का पुराना जीवन को देखेगा तो आपको मालूम होगा कैसे साधु बोल को शैतान अपना राज्य के लिए, प्रभु का लोग को खत्म करने के लिए, सतावत करने के लिए इस्तेमाल किए थे। എന്നാൽ ശൗലിനെ കർത്താവ് മാനസാന്തരത്തിലേക്ക് നടത്തി, ആത്മാവിൽ നിറച്ച് ആമേൻ പൗലോസാക്കി മാറ്റി, മിഷണറിയാക്കി മാറ്റിയപ്പോൾ എങ്ങനെ ഒരാളെ കർത്താവിന് ഉപയോഗിക്കാമെന്ന് നോക്കിയാൽ ആമേൻ ഹല്ലേലൂയ 13 അധ്യായത്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി 13 തൊട്ട് വായിച്ചാൽ മതി. ओ आपको जानना है प्रभु कैसे एक व्यक्ति को इस्तेमाल कर सकता है। अब साधु बोल का जीवन का परिवर्तन के बाद उनका जीवन को देखिए, कैसे पवित्र आत्मा उनका जीवन को व्यवहार किया, कैसे पवित्र आत्मा साधु बोल का जीवन को इस्तेमाल किया। हालेलुया। ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് എന്റെ മേലും നിങ്ങളുടെ മേലും ഒരു പുതിയ ചരിത്രം ആരംഭിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. आज रात पवित्र आत्मा अपना जीवन से एक नया इतिहास को शुरू करना चाहता हूं। ആമേൻ. എന്റെ നിങ്ങളുടെ വീട്ടിൽ ഒരു പഴയ ചരിത്രം കണ്ടെന്നിരിക്കാം, ഒരു പഴയ അമിഹല്ലിന്റെ തകർച്ചയുടെ ചരിത്രം കണ്ടെന്നിരിക്കാം. मेरा और आपका जिंदगी में शायद एक पुराना इतिहास हो सकता है, ये पराजित हुआ इतिहास, हालेलुया, नष्ट हुआ इतिहास। എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു കർത്താവ് ഒരു പുതിയ ചരിത്രം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആമേൻ അത് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. तो फिर पवित्र आत्मा आज रात आपको देखे बोल रहे, पवित्र आत्मा एक नया इतिहास अपना जीवन में शुरू करना चाहता हूं। We are not the victim of the past history, we are the history makers. हमारा पुराना जिंदगी का पुराना पराजित अनुभव को लेके चलने के लिए नहीं, हम जय में चलने के लिए प्रभु ने हमको बुलाहट दिया है। आमेन। हालेलुया, हालेलुया, हालेलुया। കരമേർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. सभी लोग हाथ उठा के प्रभु को धन्यवाद कीजिए। हालेलुया। എത്ര പേർ സന്തോഷമായിരിക്കുന്നു? कितना लोग आज रात खुशी है? हालेलुया. കൊറോണ അല്ല ആമേൻ എന്റെ കൊറോണ അല്ല എന്റെ കൊടുങ്കാറ്റല്ല എന്റെ, मतलब कोरोना से सब समाप्त नहीं है, हाल तूफान से सब कुछ समाप्त नहीं है। ആമേൻ. ബംഗാളിലും ഇന്ത്യയുടെ മേലും പരിശുദ്ധാത്മാവ് ഒരു പദ്ധതി ചെയ്യാൻ പ്ലാൻ ഇട്ടാൽ അത് ചെയ്തിട്ടേ പരിശുദ്ധാത്മാവ് പോകത്തുള്ളൂ. ओ बंगाल के ऊपर, भारत के ऊपर पवित्र आत्मा जो योजना किया है, ओ योजना, ओ परिकल्पना परिपूर्ण होवे। हालेलुया। ആമേൻ. ഹല്ലേലൂയ. ഒരു കഥ ആമേൻ പുതിയ നിയമത്തിൽ നിന്ന് ഒരു സംഭവം എടുത്തിട്ട് ആമേൻ ഈ ഭാഗത്തേക്ക് വീണ്ടും വരാം. मैं नया नियम से एक बात आपसे बोलना चाहता हूं। യേശു ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്ത് ഗദർദേശത്തേക്ക് പോയി. और यीशु अपना चेलों लोग के साथ समुद्र को पार करके उन लोग एक जगह में पहुंच गया। ആ ദേശത്ത് 6000 ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. मतलब उधर ही ऐसा लिखा है, वो देश में एक जन था भूतग्रस्त, बोलने से भूत उसको पकड़ के रखा है। वचन में ऐसा लिखा है लगभग 6000 भूत उसका शरीर में भरा था। 6000 ഭൂതം। आप सोच सकता है 6000 भूत उनका जीवन को पकड़ के रखा था। ആ യാത്രയിൽ തന്നെ യേശുവിനും ശിഷ്യന്മാർക്കുമെതിരെ പ്രകൃതി ക്ഷോഭമുണ്ടായി. देखिए एक ही बात जानना है, उनको छुटकारा देने के लिए प्रभु यीशु जब गया, रास्ता में क्या हुआ मालूम है? यीशु जब जा रहे थे तूफान आया, मतलब उन लोग उधर ही पहुंचने के लिए बहुत तकलीफ उठाना पड़ा। പാസ്റ്റർ പറഞ്ഞ കറക്റ്റ്. അവിടെ എത്തപ്പെടാതിരിക്കാൻ പ്രകൃതി അവരെ തടയാൻ ശ്രമിച്ചു. मतलब उन लोग उधर ही पहुंचना नहीं है, ऐसा अनेक रकम मतलब समस्या को, तूफान को शैतान खड़ा किया।
6000 ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ അപ്പുറത്ത് കിടക്കുക. आप सोच सकता है वो जगह में मतलब 6000 मतलब दुर्भूत शैतान से आत्मा से भरा हुआ व्यक्ति को छुटकारा देने के लिए यीशु गए थे। എന്തുകൊണ്ടാ മനുഷ്യൻ കൊല്ലപ്പെട്ടില്ല? എന്തുകൊണ്ടാ മനുഷ്യൻ 6000 ഭൂതത്തിന് ആ മനുഷ്യനെ കൊല്ലാൻ കഴിഞ്ഞില്ല? आपको मालूम है क्यों इतना शैतान से भरा हुआ था, फिर भी वो व्यक्ति को शैतान खत्म कर नहीं पाया। അവന്റെ കഴിവല്ലത്, അവന്റെ കഴിവല്ല, ഉപരി കർത്താവിന് അവന്റെ മേലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. आमेन। उनका कुछ सामर्थ नहीं है, क्यों शैतान उसको नष्ट कर नहीं पाया। उनका जीवन में प्रभु का बहुत बड़ा योजना उनका जीवन में था। ദൈവത്തിന് എന്റെ മേലും നിങ്ങളുടെ മേലും ബംഗാളിന്റെ മേലും ഇന്ത്യയുടെ മേലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെ തകർക്കാൻ ഒരു ഹെല്ലിനും ഒന്നിനും തടയാൻ പറ്റില്ല. आज रात सच्चाई हम भूलना नहीं, मेरा वो आपका जीवन में प्रभु का एक योजना है। हालेलुया। कोई भी परिस्थिति हो, कोई भी बात हो, कोई भी अशुद्धात्मा हो, अपना जीवन को नष्ट कर नहीं पाएगा। ഇന്ത്യയിൽ ഉണർവുണ്ടാകുമെന്ന് പറഞ്ഞാൽ, ബംഗാളിൽ ഉണർവുണ്ടാകാൻ പറഞ്ഞാൽ, അത് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. और भारत में एक बेदारी होगा और बंगाल में एक बेदारी होगा। जब हम प्रार्थना करेगा, उसका घोषणा करेगा, उसको परिपूर्णता से उसको प्रकट करने के लिए सामर्थ्यमान प्रभु को मैं और आप आराधना करता हूं। അങ്ങനെ ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ओ वैसा महान प्रभु को मैं और आप आराधना करता हूं। ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുന്നു. ओ आज रात पवित्र आत्मा कुछ लोग को जीवन को देख के बात कर रहा हूं। എന്റെ നിങ്ങളുടെ വീടുകളുടെ മേൽ, എന്റെ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ദൈവം ചില പ്ലാനുകൾ, പദ്ധതികൾ തയ്യാറാക്കി മാറി നിൽക്കുന്നവനല്ല. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആരും അതിനെ തടയാൻ കഴിയത്തില്ല. ओ मेरा और आपका जीवन में प्रभु कुछ बात को योजना करके, हालेलुया, तूफान में, मुसीबत में आपका जीवन नष्ट होने के लिए नहीं, प्रभु का योजना, प्रभु का परिकल्पना अपना बाड़ी में, अपना जीवन में प्रभु आज रात भी परिपूर्ण करेगा। ഹല്ലേലൂയ. हालेलुया। പാതാളത്തിന്റെ മരണത്തിന്റെ താക്കോലുള്ള യേശു അത്രേ ഇന്ന് രാത്രിയിൽ എന്റെ നിങ്ങളുടെ അകത്ത് വസിക്കുന്നത്. ओ प्रभु यीशु जो मृत्यु का अधिकार पाए प्रभु, हालेलुया, सारे दुनिया का अधिकार पाया हुआ प्रभु यीशु आज आपका अंदर वास करता हूं। Jesus is alive in us. ओ प्रभु आज भी मेरा और आपका अंदर वास करता हूं। यीशु आज भी जीवित আছে। ഹല്ലേലൂയ. आमेन। ഹല്ലേലൂയ. हालेलुया। നോഹയ്ക്ക് കൃപ ലഭിച്ചു. याद कीजिए, नोहा का जीवन में प्रभु का अनुग्रह मिला, प्रभु का कृपा, फेवर मिला। ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായ ഒരു കൂട്ടം ജനം അവിടെ ഉണ്ടായി. याद कीजिए, नोवा का समय में अधिपुस्तक 6 अध्याय में हमको पढ़ सकता है, प्रभु का योजना का बिना शैतान बहुत काम किया, अनेक रकम लोग को वैसा शैतान का काम के लिए इस्तेमाल किया। उसका मध्य में हालेलुया नोवा का जीवन में प्रभु का बुलाहट पाया। ഹല്ലേലൂയ. आमेन। ഹല്ലേലൂയ. പാസ്റ്ററായ കർത്താവിനെ സ്തുതിക്കുന്നു. प्रभु का दास के लिए मैं धन्यवाद देता हूँ। ഞാൻ പറയുന്നതിനേക്കാൾ വളരെ വിവരിച്ചാണ് പാസ്റ്റർ സംസാരിക്കുന്നത്. मैं जो बोल रहा है उससे गहराई से पास्टर बोल रहे हैं। मैं प्रभु का धन्यवाद देता हूँ। Praise the Lord. Hallelujah. Hallelujah. അപ്പോ ഈ ജനം ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുമ്പോൾ, देखिए उधर ही जो काफी प्रभु का विरोध होके लोग जो खड़ा है, ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റാതെ കാര്യങ്ങൾ നിൽക്കുമ്പോൾ, मतलब मानुषिक रीति से देखने से वो समय में प्रभु का योजना, प्रभु का परिकल्पना पूर्ण हो नहीं सकता है। वही समय में, वही परिस्थिति में प्रभु नोवा को प्रभु चुन लिया। ഒരുത്തന്റെ മേൽ ദൈവത്തിന്റെ ഒരു കൃപ ലഭിക്കുക. देखिए एक जन का ऊपर प्रभु का अनुग्रह, प्रभु का कृपा आया। ഒരു വീട് മൊത്തം ഇരുട്ടിക്കിടക്കുക,
പക്ഷേ ഒരാടമേൽ ഒരു ദൈവകൃപ ലഭിക്കുക. मान लीजिए सारे घर का अंदर अंधकार है, उसका बीच में एक जन का ऊपर प्रभु का अनुग्रह मिला. ഒരു ദേശം മൊത്തം ഇരുട്ടി കിടക്കുക, ഒരു വീടിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ലഭിക്കുക. पूरा देश अंधकार में है, उसका बीच में एक बाड़ी का अंदर प्रभु का ज्योति आया. ആമേൻ. അതെന്താണ് ആ കൃപ എന്ന് പറയുന്നത്? मतलब प्रभु का अनुग्रह, प्रभु का फेवर बोलने से क्या है? അർഹതയില്ലാത്ത വ്യക്തിക്ക് കിട്ടുന്നതാ കൃപ. मतलब प्रभु का ग्रेस और प्रभु का अनुग्रह बोलने से ही है, मेरा जीवन में उसको पाने के लिए योग्य नहीं है, तो फिर प्रभु मेरा जीवन में दे दिया है. आमेन. എനിക്ക് അർഹതയുള്ളത് വേറെ പലതായിരുന്നു. मैं जो पाने के लिए था अलग अलग बात था, तो फिर मैं पाने के लिए योग्य नहीं था, वही प्रभु मेरा जीवन में दिया, वही है प्रभु का अनुग्रह. ഞാൻ ഒരു പക്ഷേ മദ്യശാലയിലോ എവിടെങ്കിലും ഒക്കെ ഈ കൊറോണ വന്നപ്പോ അതിനകത്തൂടെ നിത്യ നരകത്തിൽ പോകേണ്ടതായിരുന്നു, അതായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷെ ആ ചരിത്രത്തെ മാറ്റി ഇന്ന് രാത്രി ഈ ബൈബിളുമായി ഇരിക്കാൻ ദൈവത്തിന് കൃപ തോന്നി. शायद मेरा जीवन दुनिया में ऐसा खत्म होना था, दारू पी के दुनिया का तरीका में पाप में चल के मेरा जीवन दुनिया में खत्म होना था, तो फिर प्रभु का योजना आज रात में बाइबल लेके प्रभु को उपस्थिति में, जीवित प्रभु को उपस्थिति में बैठना, वही प्रभु का योजना था. ഇന്ന് രാത്രിയിൽ ഈ കേൾക്കുന്നവരുടെ മേൽ ഇതുവരെ ലഭിക്കാത്തൊരു ദൈവകൃപ വ്യാപരിക്കട്ടെ. आज रात मेरा आवाज को सुनने वाला हर एक जन के ऊपर पवित्र आत्मा, प्रभु का अनुग्रह, प्रभु का स्पेशल फेवर प्रभु अपना जीवन में आज रात दे रहे. ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്നാൽ എനിക്കും നിങ്ങളുടെ മേലും പ്രാർത്ഥനയുടെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. देखिए काफी लोग प्रार्थना कर नहीं सकता है, ऐसा परिस्थिति में इसका बीच में प्रभु मेरा और आपका जीवन में प्रभु कृपा दिया, अनुग्रह दिया प्रार्थना करने के लिए. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പക്ഷെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൃപ വ്യാപരിക്കട്ടെ. ओ हर एक जन का जीवन में परिस्थिति खराब है, मुसीबत है, समस्या है, तो फिर प्रभु का अनुग्रह मेरा और आपका जीवन में मिल गया. എനിക്കില്ലാത്തതും കർത്താവിന് മാത്രമുള്ളതുമായ കാര്യത്തിന്റെ പേരാണ് കൃപ. ओ मतलब प्रभु का अनुग्रह बोलने से सबसे बढ़िया बात यही है, जो मेरा पास नहीं है और केवल प्रभु का पास है, वही है प्रभु का कृपा. ഹല്ലേലൂയ, ഹല്ലേലൂയ, हालेलुया. ഈ ഹല്ലേലൂയ പറയാൻ പോലും എനിക്ക് അത് പറ്റത്തില്ല, പക്ഷെ അത് കൃപയാണ്. मतलब ये प्रभु को स्तुति करने के लिए, हालेलुया बोलने के लिए भी मैं योग्य नहीं है, तो फिर ये प्रभु का अनुग्रह है. എനിക്ക് ചെയ്യാൻ പറ്റാത്തതും ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നതുമായ കാര്യം, അതാണ് കൃപ. मैं कभी भी कर नहीं सकता है, केवल प्रभु मेरा जीवन में कर सकता है, वही है प्रभु का अनुग्रह. ആമേൻ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുന്നു. आज रात पवित्र आत्मा कुछ लोगों को खास करके बात कर रहे हैं. ചില കുടുംബങ്ങളെ കർത്താവ് ഉദ്ധരിക്കാൻ പോകുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, കർത്താവിന്റെ കൃപയാൽ ചില കുടുംബങ്ങൾ ഉദ്ധരിക്കപ്പെടാൻ പോകുന്നു. वो कुछ परिवार को पवित्र आत्मा खड़ा करना चाहता हूं, अपना सामर्थ से नहीं, अपना बल से नहीं, प्रभु का अनुग्रह से प्रभु अपना परिवार को खड़ा करना चाहता हूं. ഉയർത്തപ്പെടാൻ, ബ്ലസ്ഡ് ആകാൻ ഒരു വഴിയുമില്ലാതിരിക്കുമ്പോൾ, എന്നാൽ ഇന്ന് രാത്രി കർത്താവിനോട് ശക്തമായി പറയുന്നു, ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചിട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ദേശം ചോദിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപ ചില കുടുംബങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ओ आज रात पवित्र आत्मा मेरे को दिखा रहे, कुछ परिवार में मतलब कोई भी तरीका से अब खड़ा होने के लिए रास्ता नहीं है. हालेलुया. कोई भी तरीका से अब आगे बढ़ने के लिए, ब्लेसिंग पाने के लिए रास्ता नहीं, तो फिर प्रभु असाधारण रीति से प्रभु का अनुग्रह प्रभु आपका जीवन में आज रात देना चाहता हूं. ഇന്ന് രാത്രിയിൽ ചില ഇരുട്ടിന്റെ ഫോഴ്സുകൾ ചില കുടുംബങ്ങളിൽ അഴിഞ്ഞു മാറുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് ചില ഇരുട്ടിന്റെ ഫോഴ്സുകൾ, ബലത്തോടെ നിൽക്കുന്ന ചില ഫോഴ്സുകൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. आज रात में जो वचन को घोषणा कर रहा हूं, मैं आत्मा में देखता हूं कुछ परिवार से अंधकार का शक्ति निकल जा रहे. हालेलुया.
ഓ ഭാസബാല റബത്താല ബാബ ജനദൈവം അമ്മേ ഫോഴ്സ് പോലെ അഭിഹല്ലിൽ വലിച്ചു കൊണ്ടുപോകുന്ന ചിലത് ഇന്ന് രാത്രി ഉടഞ്ഞു പോകുകയാണ്. ओ आपका जीवन से खराब रीति से खराब तरीका में अपना जीवन को ले जाता है. एक शक्ति, एक फोर्स, एक सामर अपना जीवन से दूर जा रहे. ഇങ്ങനെ എന്നോട് കർത്താവ് പറയുന്നു, അമേൻ, ദേവദാസനെ ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞ്, അമേൻ, വിധിയാണ്, ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞ് അതിനകത്ത് കിടക്കുന്ന ചില വ്യക്തികളുടെ വിധികളെ ദൈവം മാറ്റുന്നു. पवित्र आत्मा आज रात खास करके बोल रहे, कुछ लोग आपका जीवन में बोल रहे ये मेरा फेट है, मेरा जीवन ऐसा ही होगा और कुछ रास्ता नहीं है. तो फिर पवित्र आत्मा ऐसा कुछ व्यक्ति को आज रात दिखा रहा हूं. എന്റെയും നിങ്ങളുടെയും വിധി ഇരിക്കുന്നത് മന്ത്രവാദികളുടെ, ആഭിചാരകന്റെ, ഡോക്ടേഴ്സിന്റെ കയ്യിലോ വക്കീലിന്റെ കയ്യിലോ അല്ല. ഇത് ഇന്ന് രാത്രി യേശു പറയുന്നു, ബൈബിളിനകത്ത് പരിശുദ്ധാത്മാവിനാലാണ് അത് സംഭവിക്കുന്നത്. आज रात पवित्र आत्मा आपसे बोलना चाहता हूं, अपना भविष्य, आपका जीवन कोई हालेलुया व्यक्ति का हाथ में नहीं है, जादू टोना करने वाला व्यक्ति का हाथ में नहीं है. वो पवित्र आत्मा का हाथ में अपना भविष्य, अपना जीवन सुरक्षित है. ഇന്ന് രാത്രിയിൽ ഒരു ദൈവകൃപ ചില കുടുംബങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. हो असाधारण रीति से प्रभु का अनुग्रह आज रात हालेलुया कुछ परिवार का ऊपर पवित्र आत्मा आज रात प्रकट कर रहे हैं. ഹല്ലേലൂയ. ഞാൻ ആ കൃപയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞേച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. मैं एक दो बात को भी मतलब प्रभु का अनुग्रह का बात के बारे में बोल के हम मिलकर प्रार्थना करने के लिए समय लेंगे. നോഹയ്ക്ക് കൃപ ലഭിച്ചു. नोवा का जीवन में प्रभु का अनुग्रह मिला. ഈ നോഹയ്ക്ക് കൃപ ലഭിച്ചപ്പോൾ സംഭവിച്ചത്, നോഹ ആരും കാണാത്തത് കാണുന്നു, ആരും പറയാത്തത് പറയുന്നു, ആരും ചെയ്യാത്തത് ചെയ്യുന്നു. आमेन. देखिए नोहा क्या करना शुरू किया, प्रभु का अनुग्रह मिला, कोई भी देखा नहीं ऐसा बात नोहा देखना शुरू किया. कोई भी बोला नहीं ऐसा बात नोहा बोलना शुरू किया. कोई भी नहीं किया ऐसा बात नोहा करना शुरू किया. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. ഇന്ത്യ हालेलुया. മൊത്തം ലോകം മൊത്തം കൊറോണ കിടക്കുക. देखिए दुनिया पूरा, भारत पूरा कोरोना से भरा हुआ है. എല്ലാരും കൊറോണയെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയാണ്. सारे दुनिया कोरोना के बारे में क्या होगा क्या नहीं होगा सब कुछ उसका बारे में ज्यादा लोग बात करता है. എന്നാൽ ഇന്ന് രാത്രി കൃപ ലഭിച്ചവർ പറയും, ഞാൻ കാണുന്നു കൊറോണ ആത്മാവിന്റെ തീക്കകത്ത് കത്തിപ്പോകുന്നു. आज रात पवित्र आत्मा को पाया हुआ लोग, हालेलुया, प्रभु का अनुग्रह पाया हुआ लोग विश्वास से घोषणा करेगा, मैं देखता हूं आत्मा का नदी में, आत्मा का आगुन में कोरोना खत्म हो रहे. ഹല്ലേലൂയ, हालेलुया. അഭി ബംഗാൾ പറയുന്നു, ബംഗാൾ രക്ഷപ്പെടത്തില്ല. ओ बंगाल में अभी ऐसा सभी लोग बोलता है, बंगाल परिस्थिति को पार नहीं करेगा. എന്നാൽ കൃപ ലഭിച്ചവൻ, ഇന്ന് രാത്രി കൃപ ലഭിച്ചവൻ പറയുന്നു, ആമേൻ, ബംഗാൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ഓ प्रभु का अनुग्रह पाया हुआ लोग मुंह खोले घोषणा करेगा, प्रभु का सुसमाचार से बंगाल आशीष पाएगा, बंगाल छुटकारा पाएगा. അമേ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ചിലരെ നോക്കി ചിലർ പറഞ്ഞു കാണും, അവൻ രക്ഷപ്പെടത്തില്ല. ആമേ, എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അങ്ങനെ പറഞ്ഞവരെ നോക്കി കർത്താവ് പറയുന്നു, അമേ, നീയെ രക്ഷപ്പെടാൻ പോകുന്നത്, കാരണം ഞാൻ നിന്നെ നോക്കി ചില കാര്യങ്ങൾ പറയും. आपका बाड़ी में कुछ लोगों को देखे मनुष्य बोला, परिस्थिति बोला, ये व्यक्ति कभी भी मतलब ठीक नहीं होगा, उनका जीवन में उन्नति नहीं पाएगा. हालेलुया. शायद कुछ श्राप का शब्द किसी ने अपना जीवन को देख के बताया, तो फिर आज रात प्रभु आपका जीवन को देख के बोलना चाहता हूं, प्रभु का अनुग्रह आपका ऊपर आ रहे. हालेलुया. हालेलुया. നോഹയ്ക്ക് കൃപ ലഭിച്ചു. नोवा का जीवन में प्रभु का कृपा, प्रभु का अनुग्रह मिला. എല്ലാരും പ്രശ്നങ്ങൾ പറയുന്നു, सारे दुनिया उस समय समस्या को बता रहे, ഇവിടെ ഒന്നും ശരിയാവത്തില്ല, इधर ही कुछ भी अच्छा नहीं होगा, ഇവിടെ ഒന്നും നടക്കത്തില്ല, इधर ही कुछ भी नहीं होगा, എന്റെ ആരോഗ്യം ശരിയാവത്തില്ല, मेरा तबीयत ठीक नहीं होगा, എന്റെ പിള്ളേർ നന്നാകത്തില്ല, मेरा बच्चा कभी भी ठीक नहीं होगा, എന്റെ മിനിസ്ട്രി ശരിയാവത്തില്ല. मेरा सेवकाई आगे नहीं जाएगा.
എന്നാൽ ഇന്ന് രാത്രി കൃപ ലഭിച്ചവൻ പറയും, ഞാൻ കാണുന്നത് അതല്ല, ഞാൻ കാണുന്നത് ഒരു വലിയ റിവൈവൽ ഞാൻ കാണുന്നു, മഹത്വം ഞാൻ കാണുന്നു, ദൈവപ്രവൃത്തി ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കൃപ ലഭിച്ചവൻ അത് കാണുകയും ओ प्रभु का अनुग्रह पाया हुआ व्यक्ति परिस्थिति जो दिखाता है वो नहीं बताएगा, वो बोलेगा मैं प्रभु का अनुग्रह को पाया, मैं बड़ा रिवाइवल को देखता हूं, मैं प्रभु का महिमा को देखता हूं, मैं प्रभु का महिमा में आगे बढ़ता हूं. हालेलुया, 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 हालेलुया. ദൈവകൃപ ഇന്ന് രാത്രി ഒരാളുടെ മേൽ കൃപ വ്യാപരിച്ചാൽ ഈ കൊറോണയ്ക്കപ്പുറത്ത് ഒരു ഉണർവ് നീ കാണും. ओ जब एक व्यक्ति का जीवन में एक देश में प्रभु का अनुग्रह प्रकट होगा, एक कोरोना से बढ़कर प्रभु का एक बेदारी, पवित्र आत्मा का एक बेदारी देश देश में हम देखेगा. ആരും കാണാത്തത് ഞാൻ നിങ്ങൾ കാണും. ओ कोई भी देखा नहीं वैसा मैं और आप देखेगा जब प्रभु का अनुग्रह पाएगा. പലരുടെ ബുദ്ധിക്ക് നിരക്കാത്ത വൻ കാര്യങ്ങൾ ചിലർ കാണാൻ പോവാം. ओ कुछ लोग का बुद्धि में सोच नहीं सकता है ऐसा बड़ा अद्भुत काम प्रभु आपका जीवन में दिखाना चाहता है. ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്ത മനസ്സിലാക്കത്തില്ല. അതിനേക്കാൾ അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് കാണിക്കാൻ പോകും. ओ अपना बुद्धि से, अपना सोचना से बढ़कर अद्भुत काम पवित्र आत्मा अपना जीवन में दिखाना चाहता हो. കൃപ ലഭിച്ചവൻ മറ്റുള്ളവർ പറയുന്നതല്ല പറയുന്നത്. ओ प्रभु का अनुग्रह पाया हुआ व्यक्ति दुनिया जो बोलता है वैसा नहीं बोलेगा. കൃപ ലഭിച്ചവൻ മറ്റുള്ളവർ ചെയ്യുന്നതല്ല ചെയ്യുന്നത്. ओ जो प्रभु का अनुग्रह पाया हुआ व्यक्ति दुनिया का लोग जो करता है ऐसा दूसरा का समान नहीं करता है. ദേവദാസനെ ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് മതി, കർത്താവിന് അവിടെ തുടക്കം. शायद आज रात आप बोलेगा पास्टर मैं और कुछ कर नहीं सकता है, मैं ऐसा परिस्थिति में आया. देखिए प्रभु के लिए वो परिस्थिति काफी है. जब प्रभु का अनुग्रह आया प्रभु अपना जीवन को व्यवहार करेगा. മോശ 40 വർഷം, മോശ എന്ന് പറയുന്ന മനുഷ്യൻ 40 വർഷം കൊട്ടാരത്തിൽ വളർന്നവനാണ്. मौसी का बारे में हम लोग जानता है 40 साल मौसी पालस में मतलब राजा का सिंहासन में अच्छा परिस्थिति में था. അടുത്ത 40 വർഷം മരുഭൂമിയിൽ എറിയപ്പെട്ടു. इसके बाद 40 साल प्रभु उसको मरुभूमि में जीवन का कठिनाई में उसको जाना पड़ा. തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. उनका तबीयत संपूर्ण रीति से नष्ट हो गया. തന്റെ ലൈഫ് ഒരു മരുഭൂമി പോലായി. और उनका जीवन एक मरुभूमि का समान हो गया. മരുഭൂമിയിൽ നിന്നൊന്നും ലഭിക്കാൻ പറ്റാത്തതുപോലെ തന്റെ ലൈഫിൽ നിന്നും ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് താൻ എത്തപ്പെട്ടു. हम लोग पुराना नियम में देखता है मौसी का जीवन में ऐसा परिस्थिति आया जो मरुभूमि में हमको कुछ भी आशा नहीं, कुछ भी नहीं मिलता है, वैसा मौसी का जीवन में सारे आशा खत्म हो गया. 80 വയസ്സായപ്പോ उसको 80 साल हुए थे. ഒരു മുൾപടർപ്പിന്റെ അകത്ത് വെച്ച് കർത്താവ് മോശയോട് സംസാരിക്കാൻ തുടങ്ങി. मतलब प्रभु का उपस्थिति उनसे बात करना, प्रभु उसको प्रकट किया, स्पर्श किया. कैसे? मतलब एक गाज में वो देखा प्रभु का आग उधर ही प्रकट हुआ एक गाज का ऊपर. മോശ പറഞ്ഞു, കർത്താവേ ഇനി എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. मौसी प्रभु को यही बोला अपने 80 साल में, प्रभु अभी मेरे जीवन में कुछ भी उपयोग हो नहीं सकता है. വയസ്സ് 80ആയി. मेरा तो 80 साल उम्र हुआ है. ഇനി എന്നിൽ നിന്നൊന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടത്തില്ല. ओ अभी मेरा जीवन में कुछ भी भलाई नहीं है. മോശ അത് പറഞ്ഞ മാത്രയിൽ मौसी जब वो बोलना शुरू किया ദൈവത്തിൻ്റെതായ ചിലത് മോശയുടെ മേൽ വന്നു വീണു. मतलब प्रभु का महिमा, प्रभु का सामत मौसी का ऊपर प्रभु दिया. അടുത്ത 40 വർഷം കൊണ്ട് और उसके बाद और 40 साल ഒരു രാജ്യത്തിന് വേണ്ടി താൻ ഉപയോഗിക്കപ്പെട്ട ഒരു ചരിത്രം കാണാൻ പറ്റും.
हम लोग एक इतिहास को देखता है, एक राज्य के लिए, एक राज्य को खड़ा करने के लिए प्रभु मौसी को इस्तेमाल किया। ലോക ചരിത്രത്തിൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ മനുഷ്യൻ മോശയാണ്. दुनिया के इतिहास को हम देखेगा तो प्रभु यीशु को छोड़कर दुनिया में इतना बड़ा प्रभावित किया व्यक्ति मौसी का समान और कोई नहीं था। മോശയുടെ മേൽ ദൈവത്തിന്റെ കൃപ വന്നിറങ്ങി. ओ मौसी का ऊपर सारे आशा खत्म हो गए थे, तो फिर प्रभु का अनुग्रह मौसी का ऊपर आया। മറ്റുള്ളവർ മോശയെ എങ്ങനെ കാണുന്നു അതുപോലെ മോശയെ കണ്ടു. और दूसरा लोग कैसे मौसी का बारे में बोलता है, देखता है, वैसा मौसी अपना आप को देखा। അങ്ങനായിരുന്നു മോശയുടെ ഒരു ചരിത്രം. मतलब वही मौसी का इतिहास था। നമ്മളൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. हम लोग भी ऐसा चलता है। മറ്റുള്ളവർ നമ്മളെ തെറ്റായ രീതിയിൽ കാണും, നെഗറ്റീവായി കാണും, അതുപോലെ നമ്മളും നമ്മളെ കാണാറുണ്ട്. जब दूसरा लोग मेरा और आपका बारे में जो नेगेटिव बोलेगा, नीचे बोलेगा, हम वही बोल के वही विश्वास करके कभी कभी हम चलता है। എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, तो फिर आज रात पवित्र आत्मा अपना जीवन को देखे बोल रहा हूँ, ലോകം കാണുന്ന പോലല്ല എന്നെ നിങ്ങളെ കർത്താവ് കാണുന്നത്. दुनिया जैसा आपको देखता है, आपका पड़ोसी आपको देखता है, ऐसा नहीं प्रभु आपको देखता है। എന്റെ പഴയ ചരിത്രം എന്താണെന്ന് കർത്താവിന് വിഷയമല്ല. आपका पुराना जिंदगी, पुराना इतिहास कितना खराब हो, कितना कैसे हो, प्रभु वो नहीं देखता हूँ। വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ വിഷയമല്ല. आपको पढ़ाई है, पढ़ाई ना है, प्रभु नहीं देखता हूँ। ആമേൻ ആമേൻ. പണം ഉണ്ടോ ഇല്ലയോ വിഷയമല്ല. आपका पास पैसा है, पैसा नहीं है, प्रभु नहीं देखता हूँ। പക്ഷെ ഒരാളുടെ മേൽ ദൈവകൃപ ഇറങ്ങി വന്നാൽ तो फिर याद कीजिए, एक जन के ऊपर प्रभु का अनुग्रह आएगा, പിന്നെന്താ സംഭവിക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. और फिर से क्या उनका जीवन में कैसे प्रभु उसको खड़ा करेगा, कोई भी बोल नहीं सकेगा। ഇന്ന് രാത്രി എത്ര പേർ ചോദിക്കും, കർത്താവേ ആ കൃപ എന്റെ മേൽ പകരണമേ. आज रात कितना लोग अपना हाथ उठा के बोल सकेगा, प्रभु मेरा ऊपर वो अनुग्रह मेरा ऊपर दीजिए प्रभु। हालेलुया। ഞാൻ ഇന്ന് രാത്രി ഞാൻ അല്പസമയം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. आज रात में थोड़ा समय प्रार्थना के लिए मैं समय लेना चाहता हूँ। എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ മേൽ കൃപ പകരണമേ. सभी लोग आज रात प्रार्थना कीजिए, प्रभु ये पीढ़ी में, इस समय में मेरा ऊपर प्रभु का अनुग्रह दीजिए। വയസ്സ് ഒരുപാട് കാണുമായിരിക്കും. शायद आप सोच रहे मेरा समय बहुत निकल गया है, സാഹചര്യം പ്രതികൂലമായിരിക്കും. शायद आपका सामने परिस्थिति खूब खराब है, ശരീരത്തിന് രോഗമുണ്ടായിരിക്കും. शायद आज शरीर में आपका बीमारी है, आप अस्वस्थ है, സാഹചര്യം പ്രതികൂലമായിരിക്കും. हर एक प्रतिकूल परिस्थिति में आप शायद जा रहे हैं। എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, आज रात पवित्र आत्मा आपका जीवन को देखे बोल रहा हूँ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേലും നിങ്ങളുടെ മേലും വ്യാപരിച്ച ओ पवित्र आत्मा का सामर्थ मेरा और आपका जीवन में जब प्रकट होगा, നിന്റെ സാഹചര്യത്തെ നീ മാറ്റും. वो अपना परिस्थिति को अब बदलावत करेगा। ഒരു നാളെ നീ പറഞ്ഞു, സാഹചര്യം എന്നെ ഇങ്ങനെ മാറ്റി. ओ आप एक बार ऐसा बोला, मेरा परिस्थिति मेरे को ऐसा कर दिया, പക്ഷെ കർത്താവ് പറയുന്നു, കൃപ വ്യാപരിച്ചാൽ നീ സാഹചര്യത്തെ മാറ്റും. तो फिर प्रभु का आत्मा आज रात बोल रहे, आपके ऊपर प्रभु का अनुग्रह आएगा, आप परिस्थिति को प्रभावित करेगा, परिस्थिति को बदलावत करेगा। ഞാനെയും നിങ്ങൾ മുഖാന്തരം ബംഗാൾ വിടുവിക്കപ്പെടും. मेरा और आपका जीवन का द्वारा बंगाल प्रभु का महिमा को देखेगा। ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാണ്, കർത്താവേ എന്റെ മേൽ കൃപ പകരണമേ. सभी लोग प्रार्थना करना शुरू कीजिए, प्रभु मेरा ऊपर प्रभु का ग्रेस, प्रभु का फेवर, प्रभु का अनुग्रह दीजिए प्रभु। എല്ലാവരും അവരവരുടെ കരങ്ങൾ അവരുടെ നെഞ്ചത്തോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചാട്ട്. सभी लोग अपना हाथ अपना छाती का ऊपर रखे प्रार्थना कीजिए, अपना चेस्ट का ऊपर अपना हाथ रखिए, नीचे प्रभु को बोलिए हालेलुया। रबा संधरा എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും നെഞ്ചത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിച്ചാട്ട്. सभी लोग अपना छाती का ऊपर अपना हाथ रखे प्रार्थना कीजिए। കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ. बच्चा लोग प्रार्थना कीजिए, बड़ा लोग प्रार्थना कीजिए।
എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവേ എന്റെ മേൽ കൃപ പകരണമേ. प्रभु मेरा ऊपर आपका अनुग्रह दीजिए यीशु बाबा। ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ ദൈവശക്തി വ്യാപരിക്കട്ടെ. आज रात प्रभु आपका कृपा आपका सामर्थ मेरे ऊपर दीजिए यीशु बाबा। എനിക്കില്ലാത്തതും കർത്താവിന് മാത്രമുള്ളതുമായ ചിലത് എന്റെ മേൽ പകരണമേ. मेरा जीवन में जो नहीं है केवल प्रभु आपका पास है, वो मेरा जीवन में आज रात दीजिए प्रभु। ഇന്ന് രാത്രിയിൽ ആ നെഗറ്റീവ് സാഹചര്യത്തിൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവകൃപ വ്യാപരിക്കട്ടെ. वो परिस्थिति से आपको खड़ा करेगा, ऐसा प्रभु का एक अनुग्रह आज रात प्रभु अपने ऊपर दे रहे। നിന്റെ മുമ്പിൽ രൂപാന്തരപ്പെടാത്ത വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവകൃപ ഇത് രാത്രി വ്യാപരിക്കട്ടെ. आपका सामने जो परिवर्तन नहीं होता है, वो परिस्थिति को व्यक्ति को बदलने का वो प्रभु का अनुग्रह आज रात पवित्र आत्मा दे रहे। ഇന്ന് രാത്രി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ മാറട്ടെ. आज रात कुछ बच्चा लोग का पढ़ाई में एक बहुत प्रभु का अनुग्रह, प्रभु का एक बड़ा बदलाव प्रभु दे रहे। ഭൗതിക മണ്ഡലങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ ഇന്ന് രാത്രിയിൽ. ओ जो फिनेंशियल एरिया में अपना अपना पारिवारिक जीवन में जो समस्या में है, ऐसा लोग का जीवन में एक बड़ा बदलाव आज रात होने दो। കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ വലിയ അമിതമായ കൃപ വ്യാപരിക്കട്ടെ. ओ जो प्रभु का सेवकाई में है, उनका ऊपर गहराई से प्रभु का अनुग्रह आज रात प्रभु प्रकट करो प्रभु। എല്ലാവരും കർത്താവിനോട് പറഞ്ഞാട്ട് കർത്താവേ എന്റെ മേൽ അത് പകരണമേ. सभी लोग मुंह खोल के बोलूं यीशु बाबा हमार जीवन है दो प्रभु, अपना अनुग्रह हमार जीवन है दो प्रभु। യേശുവിന്റെ നാമത്തിൽ അത് എല്ലാവരുടെ മേലും പകരപ്പെടുക. यीशु का पवित्र नाम से हर एक जन का ऊपर और प्रभु का कृपा, प्रभु का अनुग्रह, ദൈവശക്തി എല്ലാവരുടെ മേലും വ്യാപരിക്കും. ആ ജ്ഞാനം പകരപ്പെടട്ടെ. प्रभु का ज्ञान, प्रभु का शक्ति इसी समय हर एक जन का ऊपर पवित्र आत्मा प्रकट कर रहा हूं। शालखा राबा साठा राबाना आ नॉलेज पकड़पड़ते हो। प्रभु का ज्ञान अपना ऊपर पवित्र आत्मा आज रात दे रहा हूं। നോഹയ്ക്ക് കൃപ ലഭിച്ചതുപോലെ ആ കൃപ ജീവിതങ്ങളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. जैसा नोवा के ऊपर प्रभु का अनुग्रह पाया, वैसा परिवार के ऊपर, व्यक्ति जीवन का ऊपर प्रभु का अनुग्रह प्रकट होने दो। ആത്മാവ് ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. हो प्रार्थना का आत्मा हर एक परिवार में, हर एक व्यक्ति का जीवन में प्रभु प्रकट कर। പൗലോസ് ഉപയോഗിക്കപ്പെട്ടതുപോലെ ജീവിതങ്ങൾ ഉപയോഗിക്കപ്പെടട്ടെ. जैसा साधु बोल को प्रभु इस्तेमाल किया, ऐसा व्यक्ति जीवन को पवित्र आत्मा अपना हाथ में इस्तेमाल कर। हमें ചില കുടുംബങ്ങൾ ഭൗതികമായി കൊടുക്കുന്ന കുടുംബങ്ങളായി മാറട്ടെ. और कुछ परिवार में अपना कर्जदार होने के लिए नहीं, वो देने के लिए। हालेलुया प्रभु उन लोगों का जीवन को आशीष दो प्रभु। हमें दारिद्र्यത്തിന്റെ ओ हर एक दारिद्र का आत्मा यीशु का नाम से मैं कैंसल करता हूं। പരിശുദ്ധാത്മാവിന്റെ ഉണർവ് ജീവിതങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ओ पवित्र आत्मा के बेदारी परिवार के ऊपर, व्यक्ति जीवन का ऊपर मैं घोषणा करता हूं।